ഹലോ ഗായ്സ്, ഇപ്പം ഞങ്ങളുള്ളത് കൊളോൺ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഞങ്ങൾ കൊളോൺ സിറ്റി അതുപോലെ കൊളോൺ കത്തീഡ്രലും കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പള്ളിയിലേക്ക് പോവാണ്, കത്തീഡ്രൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട്, അപ്പം എന്താവും എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 14 തവണ ബോംബെറിഞ്ഞ് നശിപ്പിച്ച ഈ കത്തീഡ്രൽ ഇന്നും ജർമ്മനിയിലെ ഏറ്റവും വലിയ കത്തീഡ്രലായി തലയെടുപ്പോടെ തന്നെ നിൽക്കുന്നു. യൂറോപ്പിലെ തന്നെ രണ്ടാമത്തെ വലിയ കത്തീഡ്രലാണിത്. 157 മീറ്റർ നീളവും 86 മീറ്റർ വീതിയുമാണ് ഇതിനുള്ളത്. ഇതൊരു പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ്. പ്രധാനമായും ഇത് ഗോത്തിക് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊളോണിലെ ആർച്ച് ബിഷപ്പിന്റെ ഇരിപ്പിടം എന്ന നിലയിൽ കത്തോലിക്കരുടെ ഒരു പ്രധാന മതകേന്ദ്രമാണിത്. പ്രതിദിനം 20,000-ലധികം പേർ ഇവിടെ വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശില്പങ്ങളും കൊത്തുപണികളും കൊണ്ട് നിറഞ്ഞ കൽത്തൂണുകളുടെ ഒരു നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് സങ്കീർണമായ സ്റ്റെയിൻ ഗ്ലാസ് ജാലകങ്ങളുണ്ട്. ചിലത് 14-ാം നൂറ്റാണ്ടിലേതാണ്. ബൈബിൾ രംഗങ്ങളെയും വിശുദ്ധന്മാരെയും അവ ചിത്രീകരിക്കുന്നു. പൊന്നും മീറയും കുന്തിരിക്കവുമായി ഉണ്ണീശോയെ കാണാൻ പോയ 3 രാജാക്കന്മാരുടെ തിരുശേഷിപ്പും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിമണികളിലൊന്ന് ഇവിടെയാണുള്ളത്. ഈ മണി വർഷത്തിൽ 2 തവണ മാത്രമേ നമുക്ക് മുഴങ്ങിക്കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അത് എന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്രിസ്മസിനും ഈസ്റ്ററിനുമാണ്. ഈ കത്തീഡ്രലും ഡെവിളുമായി ചെറിയൊരു ബന്ധമുണ്ട്. നമ്മൾ ചെറുപ്പകാലത്ത് കേട്ടിട്ടുള്ള ഒരു മുത്തശ്ശി കഥ പോലെയാണത്. അതിങ്ങനെയാണ്: 1200-ൽ കൊളോൺ എന്ന സ്ഥലത്ത് ഈ കാണുന്ന കത്തീഡ്രൽ പണിയുവാൻ തീരുമാനിച്ചു. പക്ഷേ ഇതിന്റെ വാസ്തുശില്പിക്ക് എത്ര ആലോചിച്ചിട്ടും അതിന്റെ ഒരു ഡിസൈൻ കിട്ടുന്നില്ല. ഇത് മനസ്സിലാക്കിയ ഡെവിൾ വാസ്തുശില്പിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വാസ്തുശില്പി പാറപ്പുറത്ത് കിടന്നുറങ്ങുകയായിരുന്നു. ഉണർന്നെഴുന്നേറ്റപ്പോൾ കണ്ടത് അപരിചിതനായ ഒരാൾ മണലിൽ എന്തോ വരയ്ക്കുന്നതായിരുന്നു.
മണലിൽ വരച്ച കത്തീഡ്രലിന്റെ രേഖാചിത്രമായിരുന്നു അത്. അത് കണ്ട അയാൾ അത്ഭുതപ്പെട്ടു. അപരിചിതൻ വാസ്തുശില്പിയോട് ഇങ്ങനെ പറഞ്ഞു: കത്തീഡ്രലിന്റെ നിർമ്മാണം 3 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ അതിന്റെ പിറ്റേന്ന് കോഴി കൂവുന്നതിന് മുൻപേ തൻ്റെയും തൻ്റെ ഭാര്യയുടെയും മകൻ്റെയും ആത്മാവിനെ ഞാൻ എടുക്കും. കത്തീഡ്രൽ 3 വർഷം കൊണ്ട് നിർമ്മിക്കാൻ കഴിയാത്ത അത്രയും വലുതാണെന്ന് മനസ്സിലാക്കിയ വാസ്തുശില്പി അതിന് സമ്മതിച്ചു. പക്ഷേ കത്തീഡ്രലിന്റെ നിർമ്മാണം അതിവേഗത്തിൽ തീരാറായി. ഇത് കണ്ട വാസ്തുശില്പിക്ക് ആകെ വിഷമവും പേടിയുമൊക്കെയായി. ഇതറിഞ്ഞ വാസ്തുശില്പിയുടെ ഭാര്യ ഈ ഡെവിളിനെ പറ്റിക്കാനുള്ള വഴികൾ ആലോചിച്ചു. 3-ാം വർഷത്തെ അവസാന ദിവസമായി. ഒരു കല്ലുകൂടി വെച്ചാൽ കത്തീഡ്രലിന്റെ നിർമ്മാണം കഴിയും. അതിനു മുമ്പേ വാസ്തുശില്പിയുടെ ഭാര്യ കോഴിയെപ്പോലെ കൂവാൻ തുടങ്ങി. ഇത് കേട്ട് മറ്റു കോഴികളും നേരം വെളുത്തു എന്ന് കരുതി കൂവാൻ തുടങ്ങി. അതിനുശേഷം അവസാന കല്ല് വെച്ച് നിർമ്മാണം പൂർത്തിയാക്കി. കോഴി കൂവുന്നതിനു മുമ്പ് പണി തീർത്ത് അവരുടെ ജീവൻ എടുക്കുമെന്നായിരുന്നല്ലോ ഡെവിൾ പറഞ്ഞത്. ഡെവിൾ കരുതിയതുപോലെ നടക്കാത്തതിന്റെ ദേഷ്യത്തിൽ ഡെവിൾ കത്തീഡ്രലിന്റെ ഒരു വശം തകർക്കുകയും കൂട്ടത്തിൽ ഇങ്ങനെ ശപിക്കുകയും ചെയ്തു: ഇതിന്റെ നിർമ്മാണം ഒരിക്കലും കഴിയില്ലെന്നും അഥവാ കഴിഞ്ഞാൽ അന്ന് ലോകാവസാനമാണെന്നുമാണ്. നമുക്കിപ്പോഴും പള്ളിയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നത് കാണാൻ സാധിക്കും. പള്ളിയിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് റൈൻ നദിക്കു കുറുകെയുള്ള പാലത്തിലേക്കാണ്. അവിടെ നിന്നുമുള്ള പള്ളിയുടെ വ്യൂവും സിറ്റിയുടെ വ്യൂവും കാണാൻ വളരെ മനോഹരമായിരുന്നു. അപ്പം ഞങ്ങൾ 2 days കൊളോൺ സിറ്റി ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും വിസിറ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ വന്ന് വിസിറ്റ് ചെയ്യണം. അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ ട്രെയിൻ വരാറായി. അപ്പം ഞങ്ങൾ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ചൂസ്.